ഹലോ ഫ്രണ്ട്സ്, ഹാരി പോട്ടറിൻ്റെ മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഹാരി പോട്ടറിൻ്റെ മൂവീസിനേക്കാളും ഒരുപാട് ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ആണ് ബുക്സിലെന്ന്. സോ ഞാനിവിടെ തുടങ്ങാൻ പോകുന്നത് ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ഫീനിക്സ് എന്ന ബുക്കാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അധ്യായം 1, ഡെഡ്ലി ഡിമെൻഡഡ്. വേനൽക്കാലത്തെ ഇതുവരെയുള്ള ഏറ്റവും ചൂടേറിയ ദിവസം അവസാനിക്കുകയായിരുന്നു. പ്രിവറ്റ് ഡ്രൈവിലെ വലിയ ചതുരാകൃതിയിലുള്ള വീടുകൾക്ക് മുകളിൽ ഒരു മയക്കത്തിൻ്റെ നിശബ്ദത തളം കെട്ടി. ഒരു കാലത്ത് മരതകപ്പച്ചയായിരുന്ന പുൽത്തകിടികൾ ഇന്ന് വരണ്ടതും മഞ്ഞ നിറമുള്ളതുമായി മാറിയിരിക്കുന്നു. വരൾച്ച കാരണം ഹോസ് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു. പതിവ് കാർ കഴുകലും പുൽത്തകിടി വെട്ടലും നിർത്തി പ്രിവറ്റ് ഡ്രൈവിലെ നിവാസികൾ അവരുടെ തണുത്ത വീടുകളുടെ അകത്തളങ്ങളിൽ ഒതുങ്ങി. അവിടെ ആകെ അവശേഷിച്ചത് 4-ാം നമ്പർ വീടിന് പുറത്തുള്ള പൂന്തോട്ടത്തിൽ മലർന്നു കിടക്കുന്ന ഒരു കൗമാരക്കാരനായിരുന്നു. മെലിഞ്ഞ കറുത്ത മുടിയുള്ള കണ്ണട ധരിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അവൻ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയധികം വളർന്ന ഒരാളുടെ അനാരോഗ്യപരമായ ഒരു രൂപം. അവൻ്റെ ജീൻസ് കീറി വൃത്തികെട്ടതായിരുന്നു. അവൻ്റെ ടീഷർട്ട് ബാഗിയായി മങ്ങിയതും അവൻ്റെ ഷൂസിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അടർന്നു പോയതുമായിരുന്നു. ഹാരി പോട്ടറിൻ്റെ രൂപം ആരെയും അത്രയധികം ആകർഷിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം ഒരു വലിയ ഹൈഡ്രാഞ്ച കുറ്റിച്ചെടിയുടെ പിന്നിൽ ഒളിച്ചിരുന്നതിനാൽ വഴിയാത്രക്കാർക്ക് അവനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. വാസ്തവത്തിൽ അവൻ്റെ അമ്മാവൻ വെർണോൺ അല്ലെങ്കിൽ അമ്മായി പെറ്റൂണിയ സ്വീകരണ മുറിയിലെ ജനാലയിലൂടെ തല പുറത്തേക്ക് നീട്ടി താഴെയുള്ള പൂന്തോട്ടത്തിലേക്ക് നേരെ നോക്കിയാൽ മാത്രമേ അവനെ കാണാൻ കഴിയൂ. മൊത്തത്തിൽ ഇവിടെ ഒളിച്ചിരിക്കാവുന്ന തൻ്റെ ആശയത്തിന് താൻ അഭിനന്ദിക്കപ്പെടേണ്ടതാണെന്ന് ഹാരിക്ക് തോന്നി. ചൂടുള്ള ഭൂമിയിൽ കിടക്കുന്നത് അത്ര സുഖകരമായിരുന്നില്ല. പക്ഷേ മറുവശത്ത് അവനെ ആരും തുറിച്ചു നോക്കുകയോ അമ്മായിയും അമ്മാവനും ഒപ്പം സ്വീകരണ മുറിയിൽ ഇരുന്ന് ടെലിവിഷൻ കാണാൻ ശ്രമിക്കുമ്പോഴെല്ലാം സംഭവിച്ചതുപോലെ വാർത്ത കേൾക്കാൻ കഴിയാത്ത വിധം ഉച്ചത്തിൽ പല്ലു കടിക്കുകയോ മോശമായ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്തില്ല. അവൻ്റെ ഈ ചിന്ത തുറന്ന ജനാലയിലൂടെ പറന്നു പോയതുപോലെ ഹാരിയുടെ അമ്മാവൻ വെർണോൺ ഡേഴ്സ്ലി പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. ചെക്കൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് നിർത്തിയല്ലോ, സന്തോഷം. എന്നാലും അവൻ എവിടെയാണ്? എനിക്കറിയില്ല, പെറ്റൂണി അമ്മായി ആശങ്കയില്ലാതെ പറഞ്ഞു. ഏതായാലും വീട്ടിലില്ല. അങ്കിൾ വെർണോൺ പെറുപെറുത്തു. വാർത്ത കണ്ടുകൊണ്ട് അവൻ ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയണം. ഒരു സാധാരണ ആൺകുട്ടി വാർത്തകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് പോലെ. നമ്മുടെ ഡെഡ്ലിക്ക് പ്രധാനമന്ത്രി ആരാണെന്ന് പോലും അറിയുമോ എന്ന് സംശയമാണ്. എന്തായാലും നമ്മുടെ വാർത്തകളിൽ അവൻ്റെ ലോകത്തെക്കുറിച്ച് ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വെർണോൺ, ഓൺ പെറ്റൂണിയ പറഞ്ഞു. ജനൽ തുറന്നിരിക്കുന്നു. ഓ അതെ, സോറി. ഡേഴ്സ്ലി കുടുംബം നിശബ്ദരായി. അടുത്തുള്ള വിസ്റ്റീരിയ വാക്കിൽ നിന്നുള്ള പൂച്ചകളെ സ്നേഹിക്കുന്ന വൃദ്ധയായ മിസ്സിസ് ഫിഗ് പതുക്കെ കടന്നു പോകുന്നത് ഹാരി കണ്ടു. അവൾ മുഖം ചുളിക്കുകയും സ്വയം പെറുപെറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുറ്റിക്കാട്ടിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നതിൽ ഹാരിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം തെരുവിൽ മുട്ടുമ്പോഴെല്ലാം മിസ്സിസ് ഫിഗ് അവനെ ചായക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിരുന്നു. അങ്കിൾ വെർണോണിന്റെ ശബ്ദം വീണ്ടും ജനാലയിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതിനു മുമ്പ് അവൾ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷയായി. ചായ കുടിക്കാൻ പോയ ഡെഡ്ലിയോ? അവൻ പോൾക്കിസസിലാണ് പോയത്, പെറ്റൂണിയ അമ്മായി സ്നേഹത്തോടെ പറഞ്ഞു. അവന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവൻ വളരെ പോപ്പുലറാണ്. ഹാരി ഒരു തുമ്മൽ പ്രയാസത്തോടെ അടക്കി. ഈ ഡേഴ്സ്ലികൾ അവരുടെ മകൻ ഡഡ്ലി പറയുന്ന മണ്ടത്തരങ്ങൾ എല്ലാം അപ്പാടെ വിഴുങ്ങിയിരുന്നു. ചായ കുടിക്കുകയല്ല, മറിച്ച് അവനും ഫ്രണ്ട്സും എല്ലാ വൈകുന്നേരവും കളിസ്ഥലം നശിപ്പിക്കുകയും തെരുവു മൂലകളിൽ പുകവലിക്കുകയും കാറുകൾക്കും കുട്ടികൾക്കും നേരെ കല്ലെറിയുകയും ചെയ്തു. ലിറ്റിൽ വിങ്ങിങ്ങിൽ വൈകുന്നേരം നടത്തത്തിനിടയിൽ ഹാരി അവരെ അവിടെ കണ്ടിരുന്നു. 7 മണി വാർത്തകൾ വിളിച്ചറിയിക്കുന്ന സംഗീതത്തിന്റെ പ്രാരംഭ കുറിപ്പുകൾ ഹാരിയുടെ കാതുകളിലെത്തി. അവന്റെ വയർ അസ്വസ്ഥമായി.
വോൾഡമോർട്ടിനെ കുറിച്ച് ഇന്ന് രാത്രിയെങ്കിലും ഒരു വാർത്ത ഉണ്ടാകുമെന്ന് ഹാരി പ്രതീക്ഷിച്ചു. പക്ഷേ പതിവ് പോലെ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ജാഗ്രതയോടെ ജനലിനടിയിൽ നിന്ന് ഇഴയാൻ തയ്യാറെടുത്തു. പെട്ടെന്ന് വെടിവെച്ച പോലെ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം. ഹാരി കാത്തിരുന്ന സിഗ്നൽ ഇതാണെന്ന് തോന്നുന്നത് പോലെ അവൻ ചാടി എഴുന്നേറ്റു. അതേസമയം ജീൻസിന്റെ അരക്കെട്ടിൽ നിന്ന് ഒരു വാൾ ഊരിയെടുക്കുന്നത് പോലെ അവൻ തന്റെ വാൻഡ് വലിച്ചെടുത്തു. പക്ഷെ അയാൾക്ക് പൂർണ്ണ ഉയരത്തിലേക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിനു മുമ്പ് അവന്റെ തല ഡേഴ്സ്ലിയുടെ തുറന്ന ജനാലയിൽ ഇടിച്ചു. ഇത് കേട്ട് പെറ്റൂണിയ അമ്മായി കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. തന്റെ തല രണ്ടായി പിളർന്നതായി ഹാരിക്ക് തോന്നി. കണ്ണുകൾ ഒഴുകി. ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്താൻ തെരുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ ആടി ഉലഞ്ഞു. പക്ഷേ രണ്ട് വലിയ പേർപ്പിൾ കൈകൾ തുറന്ന ജനാലയിലൂടെ എത്തി അവന്റെ കഴുത്തിനു ചുറ്റും വരിഞ്ഞപ്പോൾ നിവർന്നു നിൽക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. എടാ, അത് ദൂരെ കളയടാ, അങ്കിൾ വെർണോൺ ഹാരിയുടെ ചെവിയിൽ പറഞ്ഞു. വേഗം, ആരെങ്കിലും കാണൂ. എന്നെ വിട്. ഹാരി ശ്വാസം മുട്ടി. കുറച്ചു നിമിഷങ്ങൾ അവൻ വല്ലാതെ ബുദ്ധിമുട്ടി. പെട്ടെന്ന് ഒരു വൈദ്യുതാഘാതം ഏറ്റതുപോലെ അങ്കിൾ വെർണോൺ അവനെ മോചിപ്പിച്ചു. ഏതോ അദൃശ്യ ശക്തി തന്റെ അനന്തരവനിലൂടെ കടന്നുപോയതായി തോന്നി. ശ്വാസം മുട്ടി ഹാരി ഹൈഡ്രാഞ്ച കുറ്റിക്കാട്ടിനു മുകളിലൂടെ മുന്നോട്ട് വീണു. നിവർന്നു നിന്ന് ചുറ്റും നോക്കി. ആ വലിയ പൊട്ട ശബ്ദത്തിന് കാരണമായതിന്റെ ഒരു സൂചനയും ലഭിച്ചില്ല. പക്ഷേ നിരവധി മുഖങ്ങൾ വിവിധ വഴികളിലൂടെ അവനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ഹാരി തന്റെ വാൻഡ് വേഗത്തിൽ ജീൻസിൽ തിരുകി. ഗുഡ് ഈവനിങ്, വെർണോൺ അങ്കിൾ കൈവീശി എതിർവശത്തുള്ള മിസസ് നമ്പർ 7 നോക്കി. ആ കാറിന്റെ ശബ്ദം നിങ്ങളിപ്പോൾ കേട്ടോ? പെറ്റൂണിയും ഞാനും ഞെട്ടിപ്പോയി. ജിജ്ഞാസുക്കളായ എല്ലാ അയൽക്കാരും അവരുടെ ജനാലകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതുവരെ അയാൾ വൃത്തികെട്ട രീതിയിൽ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് ഹാരിയെ തന്റെ അടുത്തേക്ക് തിരികെ വിളിക്കുമ്പോൾ ആ പുഞ്ചിരി കോപത്തിന്റെ മുഖഭാവമായി മാറി. ഹാരി കുറച്ചു ചുവടുകൾ അടുത്തേക്ക് നീങ്ങി. എടാ, എന്താണ് നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോപത്താൽ വിറക്കുന്ന ഒരു വൃത്തികെട്ട ശബ്ദത്തിൽ വെർണോൺ അങ്കിൾ ചോദിച്ചു. മനസ്സിലായില്ല, ഹാരി മറുപടി പറഞ്ഞുകൊണ്ട് തെരുവിൽ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ശബ്ദം പുറപ്പെടുവിച്ച വ്യക്തിയെ കാണുമെന്ന പ്രതീക്ഷയിൽ. ഞങ്ങളുടെ വീടിന്റെ പുറത്ത് നീ ഇപ്പോൾ എന്ത് ശബ്ദമാണ് ഉണ്ടാക്കിയത്? ഞാൻ ആ ശബ്ദം ഉണ്ടാക്കിയില്ല, ഹാരി ഉറച്ചു പറഞ്ഞു. അങ്കിൾ വെർണോണിന്റെ ഭീതിയേറിയ പർപ്പിൾ നിറത്തിലുള്ള മുഖത്തിനടുത്തായി പെറ്റൂണിയ അമ്മായിയുടെ നേർത്ത മുഖം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. അവൾ ദേഷ്യത്തോടെ ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളുടെ ജനാലക്കടിയിൽ ഒളിച്ചിരുന്നത്? അതെ അതെ, അത് തന്നെ പെറ്റൂണിയ. നീ എന്താണ് ഞങ്ങളുടെ ജനാലക്കടിയിൽ നിന്ന് ചെയ്തിരുന്നത്? ഞാൻ വാർത്ത കേൾക്കുന്നു, ഹാരി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഡേഴ്സ്ലീസ് രോഷത്തിന്റെ നോട്ടങ്ങൾ പരസ്പരം കൈമാറി. വാർത്ത കേൾക്കുന്നു? വീണ്ടും? നീ കൂടുതൽ ബുദ്ധിമാനാകണ്ട. നിനക്കുള്ള വാർത്തകൾ കൊണ്ടുവരാനല്ലേ ആ മൂങ്ങകൾ? ഹാരി ഒരു നിമിഷം മടിച്ചു നിന്നു. മൂങ്ങകൾ? എനിക്ക് വാർത്തകൾ കൊണ്ടുവരുന്നില്ല, അവൻ ശബ്ദമില്ലാതെ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഓൺ പെറ്റൂണിയ പെട്ടെന്ന് പറഞ്ഞു. നിനക്കറിയാലോ, ഞങ്ങൾ മണ്ടന്മാരല്ല, അങ്കിൾ വെർണോൺ പറഞ്ഞു. ഓ ശരി, അതെനിക്ക് ഒരു പുതിയ വാർത്തയാണ്, ഹാരി പറഞ്ഞു. അവന്റെ കോപം ഉയർന്നു. ഡേഴ്സ്ലി കുടുംബം അവനെ തിരികെ വിളിക്കുന്നതിന് മുമ്പ് താഴ്ന്ന പൂന്തോട്ടമതിൽ കടന്ന് അവൻ തെരുവിലേക്ക് ചാടി. അവൻ അറിയാമായിരുന്നു, പിന്നീട് അവൻ തന്റെ അമ്മായിയെയും അമ്മാവനെയും നേരിടുകയും തന്റെ പരിശുദ്ധയ്ക്ക് വില നൽകേണ്ടി വരികയും ചെയ്യുമായിരുന്നു. പക്ഷേ ആ നിമിഷം അവൻ അത്ര കാര്യമാക്കിയില്ല. അവന്റെ മനസ്സിൽ കൂടുതൽ സമ്മർദ്ദകരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പൊട്ടൽ ശബ്ദം അതാരാ ഉണ്ടാക്കിയത്? പ്രത്യക്ഷപ്പെടുന്നതോ അപ്രത്യക്ഷമാകുന്നതോ ആയ ശബ്ദമാണത് എന്ന് ഹാരിക്ക് ഉറപ്പായിരുന്നു. ഡോബി എന്ന ഹൗസ് എൽഫ് നേർത്ത വായുവിലേക്ക് അപ്രത്യക്ഷനായപ്പോൾ ഉണ്ടാക്കിയ അതേ ശബ്ദമായിരുന്നു അത്. ഡോബി ഇവിടെ പ്രിവറ്റ് ഡ്രൈവിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ടോ? ഈ നിമിഷം വരെ ഡോബി അവനെ പിന്തുടരുകയായിരുന്നു. ഈ ചിന്ത മനസ്സിൽ വന്നപ്പോൾ അവൻ പിന്നിലേക്ക് നോക്കി. പക്ഷേ
അത് പൂർണ്ണമായും വിജനമായി കാണപ്പെട്ടു. പക്ഷേ ഡോബിക്ക് അദൃശ്യനാകാൻ അറിയില്ലെന്ന് ഹാരിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അവൻ ആകെ നിരാശനായി. ഒരു പക്ഷേ അതൊരു മാന്ത്രിക ശബ്ദമായിരുന്നില്ലായിരിക്കാം. ഒരു പക്ഷേ അവൻ ഉൾപ്പെട്ട ലോകത്തിൽ നിന്നുള്ള ഒരു ചെറിയ സമ്പർക്ക അടയാളത്തിനായി അവൻ വളരെ ആഗ്രഹിച്ചിരുന്നു. തികച്ചും സാധാരണമായ ശബ്ദങ്ങളോട് അവൻ അമിതമായി പ്രതികരിക്കുകയായിരുന്നു. അതൊരു അയൽക്കാരൻ്റെ വീടിനുള്ളിൽ എന്തോ പൊട്ടിത്തെറിക്കുന്ന വല്ല ശബ്ദവും ആയിരുന്നിരിക്കാം. വേനൽക്കാലം മുഴുവൻ അവനെ ബാധിച്ചിരുന്ന നിരാശയുടെ വികാരം വീണ്ടും അവനെ ബാധിച്ചു. പതിവ് പോലെ നാളെയും രാവിലെ 5 മണിക്ക് അലാം കേട്ട് അവൻ ഉണരും. മൂങ്ങകൾ ഡെയിലി പ്രൊഫറ്റ് കൊണ്ടുവരും. അവന് ഭാഗ്യമുണ്ടെങ്കിൽ അവൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ റോണിൻ്റെയും ഹെർമിയോണിയുടെയും കത്തുകൾ വഹിക്കുന്ന മൂങ്ങകളും ഉണ്ടാകും. എന്നിരുന്നാലും അവരുടെ കത്തുകൾ അദ്ദേഹത്തിന് വാർത്തകൾ നൽകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതെല്ലാം വളരെ കാലമായി തകർന്നിരുന്നു. അവരുടെ കത്തുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ആ പേര് പറയാൻ പറ്റാത്തതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങളുടെ കത്തുകൾ വഴിതെറ്റാൻ സാധ്യത ഉള്ളതിനാൽ പ്രധാനപ്പെട്ട ഒന്നും പറയരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വളരെ തിരക്കിലാണ്, പക്ഷേ ഞങ്ങൾക്ക് നിനക്ക് വിശദാംശങ്ങൾ നൽകാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിന്നെ കാണുമ്പോൾ എല്ലാം ഞങ്ങൾ നിങ്ങളോട് പറയും. പക്ഷേ അവർ എപ്പോഴാണ് അവനെ കാണാൻ പോകുന്നത്? കൃത്യമായ തീയതിയെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അവരുടെ കത്തുകളിലെ അവ്യക്തമായ സൂചനകളിൽ നിന്നും ഹാരിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹെർമിയോണിയും റോണും ഒരേ സ്ഥലത്തായിരുന്നു. ഒരുപക്ഷെ റോണിന്റെ വീട്ടിലായിരിക്കാം. പ്രിവറ്റ് ഡ്രൈവിൽ കുടുങ്ങിയപ്പോൾ ദ ബറോയിൽ അവർ ആസ്വദിക്കുന്നത് അയാൾക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. വാസ്തവത്തിൽ അവൻ അവരോട് വളരെ ദേഷ്യപ്പെട്ട് അവർ അയച്ച ഹണി ഡ്യൂക്ക് ചോക്ലേറ്റിന്റെ 2 പെട്ടികൾ തുറക്കാതെ വലിച്ചെറിഞ്ഞു. റോണും ഹെർമിയോണും എന്തിലായിരുന്നു തിരക്കിലായിരുന്നത്? ഹാരി, അവൻ എന്തുകൊണ്ട് തിരക്കിലായിരുന്നില്ല? അവൻ ചെയ്തത് അവരെല്ലാം മറന്നുപോയിരുന്നു. ആ ശ്മശാനത്തിൽ പ്രവേശിച്ച് സെഡ്രിക് കൊല്ലപ്പെടുന്നത് കണ്ടതും ആ ശവകുടീരത്തിൽ കെട്ടിയിട്ട് കൊല്ലാൻ തുടങ്ങിയതും അവനെ ആയിരുന്നില്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ആ വേനൽക്കാലത്ത് 100ാമത്തെ തവണ ഹാരി സ്വയം കർശനമായി പറഞ്ഞു. ഹാരിയുടെ തലയിൽ ഈ കോപാകുലമായ ചിന്തകൾ ചുറ്റിത്തിരിയുകയായിരുന്നു. എത്ര നേരം ഊഞ്ഞാലിൽ ഇരുന്നു എന്ന് അവൻ അറിയില്ല. അവൻ്റെ ചിന്തകളെ തടസ്സപ്പെടുത്തി വില കൂടിയ നിരവധി റേസിംഗ് ബൈക്കുകളുടെ ശബ്ദം ഉയർന്നു. അത് ഡഡ്ലിയും ഫ്രണ്ട്സുമായിരുന്നു. അവർ ഹാരിയെ കണ്ടിരുന്നില്ല. തൻ്റെ ദേഷ്യം മുഴുവൻ ഡഡ്ലിയുടെ മേൽ തീർക്കാൻ ഹാരി ഉറച്ചു. ഡഡ്ലിക്ക് ഹാരിയുടെ വാൻഡിനെ ഭയമായിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. ബാക്കിയുള്ള സംഘം പോകുന്നതുവരെ ഹാരി കാത്തിരുന്നു.